നമസ്കാരം. അന്യഗ്രഹ ജീവികളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങളും ഗവേഷണങ്ങളും നിലവിൽ നടക്കുന്നുമുണ്ട്. അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവ എന്തുകൊണ്ട് ഭൂമിയിൽ എത്തുന്നില്ല എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമാണ്. അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ മനുഷ്യരുണ്ടെന്ന് അറിയില്ല, അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സംവിധാനങ്ങളില്ല തുടങ്ങിയ പല വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ കുതിക്കുന്ന US പോലുള്ള രാജ്യങ്ങളിലെ ആളുകളാണ് ഏലിയൻ സംബന്ധിച്ചുള്ള ഗൂഢവാദങ്ങൾ ഏറെയും വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും ഇല്ലെന്നും വാദിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ അന്യഗ്രഹ ജീവികൾക്ക് നമ്മളെക്കുറിച്ച് അറിയാമെന്നും അവർക്ക് ഇങ്ങോട്ട് വരാൻ ശേഷിയുണ്ടെന്നും, എന്നാൽ ഇതൊക്കെ ഉള്ളപ്പോഴും ഇവർ വരാത്തതാണെന്നും പറയുന്ന ചിലരുമുണ്ട്. എന്നാൽ ഇപ്പോൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് എത്താൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഹാർവാർഡ് പ്രൊഫസർ അവകാശപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 300 അടി ഉയരത്തിലും താഴെയാണ് അന്യഗ്രഹ ജീവികളുടെ സ്ഥാനമെന്നാണ് അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വം അന്വേഷിക്കുന്നതിൽ പ്രശസ്തനായ ഹാർവാർഡ് പ്രൊഫസർ അവി ലോബ് അവകാശപ്പെടുന്നത്. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിലെ ശാസ്ത്രജ്ഞന്മാർ സൃഷ്ടിച്ച മറഞ്ഞിരിക്കുന്ന ചില അളവുകളാണ് ഇതിനുവേണ്ടി അവർ ഉപയോഗിച്ചതായാണ് അദ്ദേഹം പറയുന്നത്. ഭൂമിക്ക് പുറത്തുള്ള ജീവികൾ ഡയമെൻഷൻ ഹോപ്പിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. CERN പോലുള്ള ന്യൂക്ലിയർ ആക്സിലേറ്ററുകൾക്ക് മാത്രമേ ഇത്തരം പുതിയ അളവുകൾ കണ്ടെത്താനാകൂ. ഇത്തരം ഡയമെൻഷനിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി അന്യഗ്രഹ ജീവികൾ സൈദ്ധാന്തിക ക്വാണ്ടം ഗ്രാവിറ്റി എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിരിക്കാമെന്നും ഈ ഭൗതിക ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. ദി പാരാനോമൽ UFO കണക്ഷൻ എന്ന ഡോക്യുമെന്ററിയിൽ പറഞ്ഞത് പ്രകാരം അന്യഗ്രഹങ്ങളിലെ സാങ്കേതിക വിദ്യ ഭൂമിയിൽ എത്തിയാൽ ശാസ്ത്രം ഒരുപാട് വളർന്നു എന്ന് പറയുന്ന നമ്മൾ അന്താളിച്ചു നിന്നു പോകുമെന്നാണ്. ഇത്തരത്തിൽ ഒരു മുന്നേറ്റം ഭൂമിയിൽ സംഭവിച്ചാൽ മതപരമായ ഒരു വിസ്മയം നടക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ശാസ്ത്രത്തിലും ക്വാണ്ടം ഗ്രാവിറ്റിയിലും ഫലങ്ങളിലും വിശ്വസിക്കുന്നിടത്തോളം കാലം അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വില പോവില്ല. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിലേക്ക് ഒരിക്കലും സന്ദർശനം സാധ്യമാവില്ല എന്ന പഠനം പുറത്തു വന്നിരുന്നു. ജേണൽ ഓഫ് ബ്രിട്ടീഷ് ഇന്റർപ്ലാനറ്ററി സൊസൈറ്റി എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിലാണ് പഠനം വന്നിരിക്കുന്നത്. ഭൂമിയെക്കാളും വലുപ്പവും ഭാരവുമുള്ള സൂപ്പർ എർത്ത് ഗ്രഹങ്ങളെയാണ് ഗവേഷകർ ഉദാഹരണമാക്കി എടുത്തത്. ഈ ഗ്രഹങ്ങളിൽ വലുപ്പവും ഭാരവും കൂടുതലാണെന്നതുപോലെ ഇവയുടെ ഗുരുത്വബലവും കൂടുതലാണ്. അതിനാൽ തന്നെ ആ ഗുരുത്വബലം കടന്നു മുന്നോട്ടു പോകാൻ തക്കവണ്ണം കരുത്തുള്ള വാഹനങ്ങൾ സാങ്കേതികപരമായി നിർമ്മിക്കാൻ വളരെ പ്രയാസമാണ്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ഗവേഷകനായ ഡോക്ടർ ജൊനാത്തൻ ജയാങ്ങിന് കീഴിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അന്യഗ്രഹ ജീവികൾക്കായി ഒരു സന്ദേശം പ്രപഞ്ചത്തിലേക്ക് വിടാൻ ആലോചിക്കുന്നുണ്ട്. ഈ സന്ദേശം വിടാനുള്ള സാങ്കേതിക വിദ്യ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ജൊനാത്തൻ പറയുന്നു. മനുഷ്യർ നേരത്തെ തന്നെ ഭൂമിക്ക് പുറത്തേക്ക് അന്യഗ്രഹ ജീവികൾക്കായുള്ള ഇത്തരം ക്ഷണപത്രങ്ങൾ വിട്ടിട്ടുണ്ട്. 1974 അരിസിബോ സന്ദേശം എന്നറിയപ്പെടുന്ന അറിയിപ്പായിരുന്നു ഇക്കൂട്ടത്തിൽ ആദ്യത്തേത്. ബൈനറി കോഡുകളിൽ എഴുതിയ ഈ സന്ദേശത്തിൽ സൗരയൂഥത്തിന്റെ ഒരു മാപ്പും അടങ്ങിയിരുന്നു. അതിനുശേഷം സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഒട്ടേറെ തവണ സന്ദേശങ്ങൾ വിട്ടു. പക്ഷേ ഇത്തരം പരീക്ഷണങ്ങളോട് ആളുകൾ അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഭൂമിക്കും മനുഷ്യർക്കും ഗുണപരമായും അല്ലെങ്കിൽ മറിച്ച് വിപത്തായും മാറിയേക്കാം. പക്ഷെ ആർക്കും ഇത് മുൻകൂട്ടി നിർവചിക്കാൻ സാധ്യമല്ലല്ലോ. മോശമായി ഭവിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ടും ആപത്ത് ക്ഷണിച്ചു വരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകുമെന്നത് ഉറപ്പാണ്. എന്തായാലും ശാസ്ത്രം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും പുതിയ കണ്ടെത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വാർത്തയുടെ നിറം തേടി തനിനിറം.